ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഇന്ത്യയിലെ ജനങ്ങളെയും ദരിദ്രർക്കുള്ള സേവനങ്ങളെയും കൊള്ളയടിക്കാൻ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചയക്കേണ്ടതുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തുറന്നുകാട്ടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി ദേശീയ പ്രസിഡന്റായി നിതിൻ നബിൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, ജെ പി നഡ്ഡ, നിതിൻ ഗഡ്കരി എന്നിവർ ശ്രീ നബിനെ അഭിനന്ദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം സമഗ്ര പുരോഗതിയും വളർച്ചയും കൈവരിച്ചതായി നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ്. സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത ഒരാൾ പോലുമില്ലാത്ത സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇതിലൂടെ ലോകത്തിനു മുന്നിൽ മറ്റൊരു കേരള മോഡൽ മാതൃക തീർക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തതും കടമെടുപ്പ് പരിധി കുറച്ചതും കേരളത്തിന് പ്രതിസന്ധിയുണ്ടാക്കിയതായും ഗവർണർ പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിലാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായത്. ഗവർണറുടെ പ്രസംഗത്തോടെ ഇന്ന് പിരിഞ്ഞ സഭ നാളെ അന്തരിച്ച സഭാംഗം കാനത്തിൽ ജമീലയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാനായി വീണ്ടും ചേരും. 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ താൻ സഭയിൽ വായിച്ചതായും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ ഗവർണർ മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. നയപ്രഖ്യാപനം അസത്യങ്ങൾ നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമാക്കാതെ ഗവർണർ ആർ എൻ രവി സർക്കാർ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിൽ അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി. ഗവർണർ നിയമസഭയിൽ നിന്ന് പോയതോടെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിച്ചതായി കണക്കാക്കണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ എസ്ഐടിയുടെ പരിശോധന ശബരിമലയിൽ ആരംഭിച്ചു. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ വാതിലും പ്രഭാമണ്ഡലവും അടക്കം വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. കോടതിയുടെ അനുമതിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. ഇന്നലെ ശബരിമലയിലെത്തിയ എസ്ഐടിയിലെ ഉദ്യോഗസ്ഥർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പക്കൽ നിന്ന് ഹാജർ രേഖകൾ ശേഖരിച്ചിരുന്നു. സ്ട്രോങ് റൂമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകോവിലിലെ പഴയ വാതിൽപ്പാളികളിലെ സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും വ്യത്യാസമുണ്ടോ എന്നറിയാനാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് തുടരുന്നു. കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തും പ്രതികളുടെ വീടുകളിലുമടക്കം ഇഡി ആരംഭിച്ച വ്യാപക റെയ്ഡിന്റെ ഭാഗമായാണ് പത്മകുമാറിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നത്. ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലുമടക്കം 21ഓളം സ്ഥലത്താണ് ഇഡി ഒരേ സമയം പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 5528 അപേക്ഷകൾ ലഭിച്ചു. പട്ടികയിലില്ലാത്ത 5,64,810 പേരാണ് പേര് ചേർക്കാനായി അപേക്ഷിച്ചിട്ടുള്ളത്. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പഠന സഹായാർത്ഥം വിജയവാണി എന്ന പേരിൽ ആകാശവാണി വിദ്യാഭ്യാസ പ്രക്ഷേപണ പരമ്പര സംഘടിപ്പിക്കുന്നു. ഗണിതം, ഭൌതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ കേൾക്കാവുന്നതാണ്. ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, സ്കിൽ പരിശീലനം നടത്തുന്നവർ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. നാളെ രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സിനെ 61 റൺസിന് പരാജയപ്പെടുത്തി. തിരുവനന്തപുരം സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന ഇ ചെല്ലാൻ അദാലത്ത് 2026 ജനുവരി 21-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പട്ടം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ വെച്ച് നടത്തുന്നു. കോടതിയിൽ പോയിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ ജില്ലകളിലെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇ ചെല്ലാനുകളും അദാലത്തിൽ പരിഗണിക്കുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.